അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭയാനകമായ ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും സ്വൈര്യമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം, ഒരു ചുറ്റുപാടിലേക്കാണ് ലോകത്തിൻ്റെ പോക്ക്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ മർദ്ദരായ, സാധുക്കളായ, കഴിവ് കുറഞ്ഞ ആളുകളെ കഴിവുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് രീതി. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതെങ്ങനെയാണ്? ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്ന അള്ളാഹു പരിശുദ്ധ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ ബൈത്തുൽ മുഖദ്ദിസ് പിടിച്ചെടുത്തു. അതിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമം, ആ ശ്രമത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പിന്മാറിയിരിക്കുക. കഴിവുള്ളവരെ ജൂതന്മാർ പിടിച്ചെടുക്കുക, അങ്ങനെ നിൽക്കുക. അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗവും ഇപ്പോഴില്ല. എന്നാൽ ബൈത്തുൽ മുഖദ്ദിസിനെ പോലെയുള്ള ഒരു ആരാധനാലയം നഷ്ടപ്പെട്ടാൽ, ലോക മുസ്ലിങ്ങൾ മുഴുവനും അവർ നഷ്ടപ്പെട്ടാലും അത് പിടിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ആ ശ്രമം വൃഥാവിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ എന്തോ, അല്ലെങ്കിൽ അള്ളാഹു അതിന് തീരുമാനം എടുക്കട്ടെ എന്ന് കരുതി ആണോ ആവോ ലോക മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ നിശബ്ദരാണ്. എന്നാൽ ഫലസ്തീനികൾ പാവങ്ങളാണ്, സാധുക്കളാണ്, കഴിവ് കുറഞ്ഞവരാണ്. അവരെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെയായി മുദ്രകുത്തിക്കൊണ്ട് ജൂതവർഗം, ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാർ എന്ന് പറയുന്ന ഏറ്റവും ദുഷ്ടചിന്താഗതിയുള്ളവർ, ദുഷ്ടചിന്താഗതിയും ദുഷ്ട മനസ്സുമുള്ള ഒരുതരം ക്രൂരന്മാരായ ഇസ്രായേലികൾ അവർക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട് ആയിരക്കണക്കിന് ആളുകളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഗർഭിണികളായ സ്ത്രീകളെ എല്ലാം ഉപദ്രവിച്ച് കൊന്ന് 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 കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നി, ഇത് പോരാ, നമ്മള് പ്രതികരിക്കാൻ ആരുമില്ല, ഇവർ പാവങ്ങൾ, ഇവരോട് മാത്രം മുട്ടിയിട്ട് കാര്യമില്ല എന്ന് കണക്കാക്കി ഇസ്രായേലികൾ ഇറാന്റെ നേരെയും ഒരു ആക്രമണങ്ങൾ അയച്ചുവിട്ടു. ഒരു കാരണവുമില്ല, ഒരു കാര്യവുമില്ല. ഇറാനിനെ ആക്രമിക്കേണ്ട ഒരു ചുറ്റുപാടും ഒരു കാര്യവും അവിടെ ഇല്ല. എന്നാൽ പോലും ഒന്നിരിക്കട്ടെ എന്ന് കണക്കാക്കി ഒരെണ്ണം വിട്ടു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല കാര്യം. അവിടെ ഫലസ്തീനികളെ ആക്രമിച്ചതുപോലെയോ അവരെ കൊല്ലുന്നത് പോലെയോ അവരോട് ഏകപക്ഷീയമായ യുദ്ധം ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഇറാനിലേക്ക് ഇസ്രായേൽ അയച്ച മിസൈലുകൾ. ഇറാനിനെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇറാനിനെ നശിപ്പിക്കാൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾ അമേരിക്കയുടെ ആയുധം മുഴുവനും ഞങ്ങളുടെ കയ്യിലുണ്ട്, അമേരിക്ക ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ അഹങ്കാരം മൂത്തുകൊണ്ട് ഈ ഇറാനെതിരെ ഒന്ന് അയച്ചു നോക്കി. വിവരം അറിഞ്ഞു. ഇറാനെ അയച്ചു കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞിരിക്കുക. ഇപ്പോഴെന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാത്ത രീതിയിലാണ്. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാനും കൂടും ഇസ്രായേലിൻ്റെ കൂടെ, ഞാനും കൂടും ഇസ്രായേലിൻ്റെ കൂടെ, ഇറാൻ്റെ കൂടെ ഞാനും കൂടും ഇസ്രായേലിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അമേരിക്ക ഭീഷണി മുഴക്കുന്നുണ്ട്. ആ ഭീഷണി കേട്ടിട്ട് ഇറാന് വല്ല പ്രശ്നമുണ്ടോ? ഇറാഖും കൂടി യുദ്ധം എത്ര കൊല്ലമാണ് നടത്തിയത്? യുദ്ധം നടത്തുക എന്ന് ഇറാന് വല്ല പുത്തിരിയോ പറ്റിയാണോ? ഇറാനൊരു തീരുമാനമുള്ള പാർട്ടിയല്ലേ? ഇറാനൊരു തീരുമാനമുള്ള രാജ്യമല്ലേ? ഇറാനൊരു ലക്ഷ്യമുള്ള രാജ്യമല്ലേ? ഇറാനൊരു വിശ്വാസമുള്ള രാജ്യമല്ലേ? ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഈ പെപ്പിടികളും ചെപ്പിടികളും ഈ ഓലപ്പടക്കമൊന്നും കണ്ട് മുട്ടുമടക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല ഇറാനികൾ. അതിന് അമേരിക്ക വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്തിന്? ഒന്ന് പേടിപ്പിക്കാൻ. ആ പേടിപ്പിക്കുമ്പോൾ ഞങ്ങളും കൂടെ, അമേരിക്ക എന്ന് പറയുന്നത് വലുതാണല്ലോ, ആ അമേരിക്ക ഞങ്ങളും ഇസ്രായേലിന്റെ കൂടെ ഉണ്ട്, ഞങ്ങളും യുദ്ധത്തിൽ പങ്കുചേരും എന്നൊക്കെ പറയുമ്പോൾ ഇറാന് പുറകോട്ട് പോകും എന്ന് അമേരിക്കക്ക് തോന്നുന്നെങ്കിൽ അത് വെറും ദിവാസ്വപ്നമാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. അവരുടെ ചരിത്രത്തിൽ അതില്ല. ഇറാനികളുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു തോൽവിയോ അങ്ങനെ ഒരു ഭയമോ അവരുടെ നിഘണ്ടുവിലില്ല. അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഈ അഭ്യാസം അവർ മനസ്സിലിരിക്കട്ടെ എന്നാണ് ഇറാൻ പറയുന്നത്.
ഇറാൻ ഇപ്പോ അപ്പുറത്ത് കൂടാമെന്ന് പറയുന്നു. അമേരിക്ക അപ്പുറത്ത് ഇസ്രായേലിനെ സഹായിക്കാം, ഇസ്രായേലിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറയും. അങ്ങ് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി ഇറാൻ അനുഭവപ്പെടാലോ. അപ്പം അനുഭവപ്പെട്ട് ഇറാൻ ഒന്ന് പിന്മാറും. ഇതാണ് അമേരിക്ക കരുതുന്നെങ്കിൽ അമേരിക്കക്ക് തെറ്റി. അമേരിക്ക ആള് മാറിപ്പോയി. ഇറാനാണിത്. ഇറാൻ ഇസ്രായേൽ അല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാഷ്ട്രം അത് തന്നെ, അതിൻ്റെ മുഴുവൻ ശക്തിയും അമേരിക്കയാണ്. അല്ലാതെ വേറെ അവർക്കെന്ത് ശക്തി? അവർക്ക് അവരുടെ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? അത് അമേരിക്കയാണ്. ഇസ്രായേൽ അല്ല യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്ന അമേരിക്കയാണ്. അമേരിക്കയാണ് ഈ ഇറാനുമായി യുദ്ധം ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നവരുവാ ഇറാൻ. അതുകൊണ്ട് ആ അഭ്യാസമൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയമുണ്ടാകണമെങ്കിൽ ഒരു വിശ്വാസമില്ലാത്തവരാകണം. ഇറാനികൾ അങ്ങനെയല്ല. അവർക്കൊരു വിശ്വാസമുണ്ട്, അവർക്ക് തീരുമാനമുണ്ട്, അവർക്ക് ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അവരെ ആക്രമിച്ചാൽ ആയുധം വെച്ച് അവർ കീഴടങ്ങുമെന്ന് ധരിക്കുന്ന അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയെന്നും അമേരിക്കയുടെ ഈ ഹുങ്ക്, ഈ അഹങ്കാരം, ഈ സാധുക്കളെ ഉപദ്രവിക്കുന്ന ഈ കാഴ്ചപ്പാട് അമേരിക്ക അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയും വഷളാകുന്ന ദിനമാണ് വരാൻ പോകുന്നത്. ജാഗ്രത.